നമസ്കാരം. നമ്മളിൽ പലരുടെയും ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെയും തകർച്ചയുടെയും കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ബന്ധിച്ചു നിർത്തി സ്വയം വളരാൻ വിടാതെ, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്ന്, സ്വയം സ്നേഹിക്കാൻ മറന്ന്, ഒരു പശുവിനെ ഒരു സ്ഥലത്ത് കുറ്റിയടിച്ച് കെട്ടിയിട്ടിട്ട് ആ കുറ്റിക്ക് ചുറ്റും ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഓവർ അറ്റാച്ച്മെന്റ് എന്നത്. എന്ന് വെച്ചാൽ മറ്റൊന്നിനെയും അല്ലെങ്കിൽ ആരെയും സ്നേഹിക്കേണ്ട എന്നോ സ്നേഹിക്കേണ്ടതില്ല എന്നോ ഒന്നും അതിന് അർത്ഥമില്ല കേട്ടോ. നേരെ മറിച്ച് ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റുമാണ് എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ആരോടെങ്കിലും എന്തിനോടെങ്കിലും അമിതമായ അറ്റാച്ച്മെന്റ് കൊണ്ടു നടക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയുമോ? ഒന്ന്, നമ്മൾ കിണറ്റിലെ തവളകളെ പോലെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. തിരിച്ച് ഇങ്ങോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അളവിൽ ഉണ്ടായിരിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളിൽ സംഘർഷം ഉടലെടുക്കും. ഇനി രണ്ടു കൂട്ടർക്കും ഒരുപോലെ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നിരിക്കട്ടെ, അപ്പോഴും പ്രശ്നമുണ്ട്. എന്താണെന്നോ, ഈ അറ്റാച്ച്മെന്റ് എന്നും എല്ലാ കാലവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് തമ്മിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരല്പം അറ്റാച്ച്മെന്റ് കുറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പോഴും സ്വാഭാവികമായും മറ്റേയാളിൽ സംഘർഷം ഉടലെടുക്കും. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ദുഃഖത്തിൽ കഴിയേണ്ടി വരും എന്നർത്ഥം. ഇന്ന് നമ്മുടെ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ഒരുപക്ഷെങ്കിൽ ഇത്. ഇതിന് എന്താണ് ഒരു മാർഗം? എല്ലാറ്റിൽ നിന്നും എന്തിൽ നിന്നും ഒളിച്ചോടുക എന്നുള്ളതാണോ? ഒരു ബന്ധങ്ങളിലും ഏർപ്പെടാതിരിക്കുക, ഒരു ബന്ധങ്ങൾക്കും വില നൽകാതിരിക്കുക എന്നുള്ളതാണോ? തീർച്ചയായും അല്ല. മറിച്ച് എല്ലാറ്റിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പഠിക്കുക, ശീലിക്കുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ എന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന തിരിച്ചറിവുണ്ടായിരിക്കണമെന്ന് മാത്രം. നിങ്ങൾ മാത്രമേ ഏകമായും സ്ഥിരമായും ഉണ്ടാവുകയുള്ളൂ എന്നും മറ്റെല്ലാവരും ഏത് സാഹചര്യത്തിലും എടുക്കപ്പെടാം, മാറ്റപ്പെടാം എന്നും ഉള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ മനസ്സമാധാനവും സന്തോഷവുമാണ് ഏറ്റവും പ്രധാനം എന്ന് തിരിച്ചറിയുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വവും തിരിച്ചറിവും ഉണ്ടാവുകയുള്ളൂ എന്നും മറ്റുള്ള ആളുകൾ, അതിപ്പോൾ എത്ര വേണ്ടപ്പെട്ടവരായാലും, അവരുടെ മുഴുവൻ നിയന്ത്രണവും നിങ്ങളുടെ കൈകളിലേ അല്ല എന്ന് തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ബന്ധങ്ങളെന്ന് പറയുന്നത് നൽകാനുള്ളതാണ്, ലഭിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഏതു ബന്ധമായാലും ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നർത്ഥം. അപ്പോൾ നമ്മൾക്ക് വേണ്ട സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതിന് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, അതുപോലെ യൂണിവേഴ്സൽ ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നതും മാത്രമാണ്. സ്വയം സ്നേഹിക്കാതെ മറ്റുള്ളവരെ മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളോട് ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് ഞാൻ ഈ പറയുന്നത് സെൽഫിഷ് ആവുക എന്നതിനെ കുറിച്ചല്ല കേട്ടോ, സെൽഫ് ലവിനെ കുറിച്ചാണ്. ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. സെൽഫിഷ്നെസ് ഉള്ള ഒരു വ്യക്തി തൻ്റെ കാര്യം മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നും ബാക്കി എല്ലാവരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരാണ് എന്നും ചിന്തിക്കുന്നവരാണ്. എന്നാൽ സെൽഫ് ലവ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതോടൊപ്പം, അവരെ കൂടെ പരിഗണിക്കുന്നതോടൊപ്പം അവനവൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടത്ര സെൽഫ് ലവ് കൊണ്ടു നടക്കണം എന്നേ ഉള്ളൂ. മാത്രവുമല്ല, സെൽഫ് ലവിനോടൊപ്പം സെൽഫ് എസ്റ്റീം വേണം, സെൽഫ് റെസ്പെക്റ്റ് വേണം, സെൽഫ് കെയറും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു വ്യക്തി പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലും വലിയ വേദനയില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ ജീവിതത്തിൽ മനോവിഷമം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയാമോ? ബന്ധങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കാതെ ജീവിതം ഈസ് ഈക്വൽ ടു ബന്ധങ്ങൾ എന്ന രീതിയിൽ
ജീവിതം ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. മാത്രവുമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒന്നും ആ ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ മൊത്തത്തിൽ നിരാശയും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു ഭവിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഈ ബന്ധം നിറവേറ്റാൻ വേണ്ടി മാത്രമുള്ളതാണ്, ഞാൻ ഈ ഭർത്താവിൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഭർത്താവിൻ്റെ ഭാര്യയാണ്, എൻ്റെ ജീവിതം ഈ ആൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അതുമല്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ കുട്ടിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നിങ്ങനെ ജീവിതം ഈ ആൾക്ക് വേണ്ടി മാത്രം എന്ന് ഡെഫിനിഷൻ കൊടുത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ മൂഡും സന്തോഷവും. ആ വ്യക്തി ദുഃഖിപ്പിക്കുന്ന റെസ്പോൺസാണ് തരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ദുഃഖമായിരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നിങ്ങൾ കിണറ്റിലെ തവളകളെ പോലെ ആയി പോകും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത്തരം ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളുടെ വലുപ്പം ഒന്ന് കൂട്ടണം. അതുപോലെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, അതുമല്ലെങ്കിൽ യൂണിവേഴ്സൽ ലവ് പ്രാക്ടീസ് ചെയ്യണം. ഈ 2-3 കാര്യങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ, രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് അവനവനെ സ്നേഹിക്കുകയും അവനവനെ കെയർ ചെയ്യുകയും അവനവനോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ യൂണിവേഴ്സൽ ലവ് എന്ന് പറയുന്നത് അവനവനിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ, അല്ലെങ്കിൽ 1-2 വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവരെയും തൻ്റെ ആളുകളായി കാണാൻ കഴിയുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും ലൈഫ് പാർട്ട്നേഴ്സായി കാണുക എന്നുള്ളതല്ല കേട്ടോ, ബന്ധങ്ങൾ ആ ഒന്നു മാത്രമല്ലല്ലോ. അപ്പോൾ ഈ സെൽഫ് ലവ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് സ്വാഭാവികമായും നിങ്ങൾ സംശയിച്ചേക്കാം. എന്നാൽ ഒന്നറിയുക, സെൽഫ് ലവ് സ്വയം ഉണ്ടാവുന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനായി നിങ്ങൾക്ക് നിങ്ങളെ വെച്ച് മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ വേണം. നിങ്ങൾക്ക് അതിന് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന് നിങ്ങളുടെ മോർണിംഗ് വാക്ക് ആവാം, എക്സർസൈസ് ആവാം, മെഡിറ്റേഷൻ ആവാം, നിങ്ങളുടെ വൃത്തിയും വെടുപ്പുമുള്ള ചിട്ടയായ ജീവിത രീതി ആവാം, നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഹാബിറ്റുകളാവാം, നിങ്ങളുടെ സ്വപ്നങ്ങളാവാം. ഇങ്ങനെ മറ്റൊരാളുടെ സഹായവും ഇല്ലാതെ അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന പൂർണ്ണമായും അവനവൻ്റെത് മാത്രമായ ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിൽ സെൽഫ് ലവ് ഡെവലപ്പ് ആകൂ എന്നുള്ളതാണ്. ഒരു സൈഡിൽ ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മറു സൈഡിൽ അവനവൻ്റെതായ കുറച്ച് കാര്യങ്ങൾ കൂടി നടന്നുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിത്വ ശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അത് എപ്പോഴും ഓർത്തു വെച്ചോളൂ. നിങ്ങൾ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പകരം നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ തൃപ്തിപ്പെടുത്തലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എത്തിച്ചേരുന്ന അവസ്ഥയാണ് വ്യക്തിത്വ ശൂന്യത എന്ന് പറയുന്നത്. ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും ബിസി ആയിരിക്കുക എന്നുള്ളത്. നിങ്ങൾ ഉറങ്ങുന്ന സമയമൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഏതെങ്കിലും രീതിയിൽ ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരവും മനസ്സും എൻഗേജ്ഡ് ആയിരിക്കണം എന്നർത്ഥം. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ബിസി ആവാതെ ധാരാളം സമയം വെറുതെ ഇരിക്കാനുള്ള വ്യക്തികൾ ഓരോന്നൊക്കെ ചിന്തിച്ച് പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ ചെറിയ പ്രശ്നത്തെ പെരുപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തിലെങ്കിലും ബിസി ആയിരിക്കണം, എന്തിലെങ്കിലും മുഴുകിയിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ റിലേഷനിലും എപ്പോഴെങ്കിലും ഒരു അകൽച്ച വരും, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രപഞ്ച രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ലോകത്തുള്ള ഒരു റിലേഷനും എല്ലാ കാലവും ഒരേപോലെ നിലനിൽക്കുകയില്ല. അതേപോലെ ഒരു റിലേഷനും എല്ലാ കാലവും സുഖം തരികയില്ല എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇതിനേക്കാളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിൽ മാത്രം വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒരു വിഷമമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾ മാത്രമായിരിക്കും. മറ്റ് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്ന് ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു വയ്ക്കണം.
നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ് എന്നും തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കായിരിക്കുമെന്നും മറ്റുള്ളവരൊക്കെ നമ്മളുടെ ഈ ജീവിത യാത്രയിൽ ഇടയ്ക്ക് നമ്മളുടെ ഇടയിൽ വിരുന്നു വന്നവർ മാത്രമാണെന്നും ഞാൻ എന്നത് മാത്രമാണ് സ്ഥായിയായി ഉള്ളതെന്നും എനിക്ക് ഞാൻ മാത്രമേയുള്ളൂ എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിഥികൾ വരും പോകും, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ തയ്യാറായാൽ അമിതമായ അറ്റാച്ച്മെൻറ്റുകൾ വഴി അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആഘാതങ്ങളെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം അറിവുകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് മറ്റാളുകൾക്ക് കൂടി ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.